സോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. അതെ, ചിലപ്പോൾ ഒരു സമയത്ത് ചിന്തിച്ചു പോവാതെ ഇരുന്നു ചിന്തിച്ചു. സോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ വിചാരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ പുതിയ ലേബർ പാർട്ടി വന്നുടൻ തന്നെ ചെയ്തൊരു കാര്യം നിങ്ങൾ പറയുന്നത് നല്ല കാര്യമാണെന്ന് പറയുന്നവരുണ്ടാവും, അതല്ല എന്ന് പറയുന്നവരുണ്ടാവും. നിങ്ങൾ എത്ര പേര് ഇത് നല്ല കാര്യമാണെന്ന് പറയുന്നവരുണ്ട്, എത്ര പേര് ഇത് ശരിക്കും ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ പറയും. ചാനൽ ആദ്യമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ സ്വാഗതം. നമുക്ക് അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് UK വരുന്ന പല വാർത്തകൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലേബർ പാർട്ടിയുടെ പുതിയ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഇടയിൽ കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 10, 15, 20, 25 ലക്ഷം രൂപ കൊടുത്ത് 40-45 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെ 50 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടൊക്കെ പിള്ളേർ അണ്ടർ ഗ്രാജുവേറ്റ്സിനും ഗ്രാജുവേഷനും മറ്റേ അണ്ടർ ഗ്രാജുവേറ്റ്സ് മാസ്റ്റേഴ്സിനൊക്കെ എടുത്ത് ഇവിടെ UK പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊരു എന്താ പറയുക, ഒരു വിലയില്ലാത്ത ഒരു ഫീൽ എനിക്കിവിടെ കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് വിക്ടറിയൊക്കെ എത്തി. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഋഷി സുനകിൻ്റെ പാർട്ടി അമ്പയെ പൊട്ടിപ്പാളീസായി. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ഇമിഗ്രേഷൻ തന്നെയാണ് അവിടെ എല്ലാവരുടെയും ചർച്ചയായിരിക്കുന്നത്. ഇവിടെയും ചർച്ചയായിരിക്കുന്ന എല്ലാം ഇമിഗ്രേഷൻ തന്നെയാണ്, ഒരു ഡൗട്ടുമില്ല. പക്ഷേ നമ്മൾ ഋഷി സുനകിൻ്റെ പാർട്ടി ഈ പറഞ്ഞ ഇമിഗ്രൻസിനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനായിട്ട്, റുവാണ്ടയിലേക്ക് നാട് കടത്താനായിട്ട് റുവാണ്ട പ്ലാനുകളായിട്ട് വന്നു. ഈ ഒരു ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യ മാസം തന്നെ ഇവരെല്ലാവരും ഇവിടെ നിന്ന് നാട് കടത്തപ്പെടും എന്ന് പറഞ്ഞു. എന്നാലാണ് തോൽപ്പിച്ചു. അമ്പേ പൊട്ടിപ്പാളീസായി. ലേബർ പാർട്ടി വന്നുടൻ തന്നെ ആദ്യം തന്നെ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, റുവാണ്ട പ്ലാൻ അങ്ങോട്ട് കൊന്ന് കുഴിച്ചു മൂടി അതിൻ്റെ മേലെ വാഴ വെച്ചത് പോരാത്, അതിനകത്ത് 1 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇവിടുത്തെ അഭയാർത്ഥിത്വം കൊടുക്കുന്നു. വലിയ കാര്യമായി. നമുക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതേപോലെ അഭയാർത്ഥികൾ പാവം അവിടെ എവിടെയും വാറും കാര്യങ്ങളും അവിടെ നിന്ന് ഇവിടുന്ന് കടന്ന് മറ്റേ വെള്ളവും നീന്തിക്കടന്ന് കടലൊക്കെ നീന്തിക്കടന്ന് UK എത്തിയതാണ്. പക്ഷെ അതിൽ അഭയാർത്ഥിത്വം കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഇവിടെ നമുക്കറിയാം അവർക്ക് കൊടുത്തിരിക്കുന്ന സമ്മാനങ്ങളൊന്ന് സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. 2, ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് എടുത്തു മാറ്റി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് കൊണ്ടുവന്നു. ഒട്ടുമുക്ക ജോബുകളും ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഇല്ല. 3, സാലറി ത്രഷോൾഡ് ഉയർത്തുന്നു. സാലറി ത്രഷോൾഡ് ഉയർത്തിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടിലേക്കാവുന്നു. ഇനിയിപ്പോൾ അത് റിവ്യൂ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷം, സമാധാനം. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ പഴയ രീതിക്ക് സാലറി ത്രഷോൾഡ് ഉയർത്തിയാൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടും. സ്റ്റുഡൻസിന് ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പരിപാടികൾ. ഇനി കെയറേഴ്സ്, ഇവിടെ നമുക്കറിയാം ഇവിടെ ഏറ്റവും ഷോർട്ടേജ് നേരിടുന്ന ഫീൽഡാണ് കെയർ മേഖല. അവിടെയുള്ള കെയറേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതെ, ഓവർ ക്രൗഡഡ് ആണ് ഇവിടെ, അക്കോമഡേഷൻ ഇല്ല, ഇല്ലെങ്കിൽ ഇവിടെ ഇന്നതാണ് പ്രോബ്ലം, ഇവരൊക്കെ വന്നുകൊണ്ട് പ്രോബ്ലമായി. ഇവിടെ എന്താണ് ഫെസിലിറ്റീസ് കൊടുക്കാനില്ല. അതായത് നഴ്സറികളും അതുപോലെ സ്കൂളുകളും ഈ പറഞ്ഞ ആൾക്കാർ മൈഗ്രൻസ് കൂടുന്നതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ ഡിപ്പെൻഡൻസിൻ്റെ ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തത് അല്ലേ. അതിൻ്റെ പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അതിന് പുറമെ നമുക്ക് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നേഴ്സസിൻ്റെ NHSൻ്റെ കേസിൽ നമുക്കറിയാം ഋഷി സുനകിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേഴ്സസിനെ ഏകദേശം 92,000 നേഴ്സസിനെയും അങ്ങനെ ഒരു കണക്കൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, ഇവരെ കൊണ്ടുവരാനുള്ള ഹയർ ചെയ്യാൻ. എന്നാൽ നമുക്ക് ലേബറിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് അതൊന്നും കണ്ടില്ല. ലേബറിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഇല്ലെങ്കിൽ അവരെ എടുക്കുന്നത് കുറവ് വരുത്തുക, ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പഴയ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വന്നു കഴിഞ്ഞ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ അസൈലം സീക്കേഴ്സിനെ ഇവിടെ ലീഗലായി കൊടുക്കുക, അതായത് ഈ പറഞ്ഞ ഡീപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലീഗലായിട്ട് കൊടുക്കുക. പോലെ നടന്നു. അവർ 1 ലക്ഷത്തോളം ആൾക്കാർക്ക് ലീഗലായി. ഇനിയിപ്പോൾ ഇവിടെ പണിയെടുക്കാൻ ആൾക്കാരായി. ഇനിയിപ്പോൾ ഞാൻ പോലെ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കും, ഇവരെയൊക്കെ എനിക്ക് മേഖലകളിലേക്കും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. ഇനി അവരൊക്കെ കയറുമായിരിക്കാം. അതേപോലെ തന്നെ ഹൗസിംഗ് ക്രൈസിസ് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വലിയ രീതിയിൽ വാദങ്ങൾ വന്നായിരുന്നു.
പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകളാണെങ്കിലും ഈ സ്കൂളുകളാണെങ്കിലും ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം ഡിപ്പെൻഡൻസിന് പണിയെടുക്കാൻ വന്നവരെയും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പൈസ കൊടുത്ത് വന്നവരെയും വിലയില്ല പോലെയാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയണം കേട്ടോ, ഇത് ചെയ്ത് ശരിയാണെന്നുള്ളത്. ശരിയായിരിക്കാം, അവർക്കും വേണ്ടേ അഭയാർത്ഥിത്വം അല്ലേ, അവർക്കും വേണ്ടേ. പക്ഷെ നമ്മളിവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള റൂളുകൾ അതും കൂടി മാറ്റി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസരം കിട്ടുവാണ്. ഗവൺമെൻറ്, ലേബർ ഗവൺമെൻറ് എല്ലാവർക്കും ഒരേപോലെ തുല്യത കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഈ പഴയ പോലെ ഋഷി സുനക് പോലെ എല്ലാവർക്കും ഇട്ടുള്ളൊരു പണി, അതായത് ഈ പറഞ്ഞ ലീഗലായിട്ട് വരുന്നവർക്കൊക്കെ പണി, ഇല്ലീഗലായിട്ട് വരുന്നവർക്കൊക്കെ അഭയാർത്ഥിത്വം അല്ലേ. എന്താ നല്ല ഏർപ്പാട്, കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ NHS സ്റ്റാഫിൻ്റെ കേസിലാണെങ്കിലും പുതിയ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഇവിടെ. അങ്ങനെ റിപ്പോർട്ട് ഇപ്പോൾ NHS സ്റ്റാഫിനെ കൊണ്ടുവരുന്നു എന്നോ അല്ലെങ്കിൽ NHS സ്റ്റാഫിനെ ഇവിടെ എടുക്കാൻ പോകുന്നു എന്നോ അങ്ങനെ ഒരു റിപ്പോർട്ടും ഈ അടുത്തിടെ എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല, വന്നിട്ടില്ല. അതിനി പുതിയ നമ്മുടെ എന്താ പറയുക ബഡ്ജറ്റിൽ നമുക്ക് വല്ലതും കാണാം എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല അല്ലേ. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AT കൂപ്പ്, നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി പുതിയ ബോർഡർ കമാൻഡ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നത് തടയാനായിട്ട്. പക്ഷേ എന്താ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് ഇങ്ങോട്ട് കയറി വന്നു, ഇപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടുകൾ ഇത് ഞാൻ പറയുന്നതല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞ് വരുത്തുന്നതെന്ന് പറയരുത്. എല്ലാ ന്യൂസുകളും ഇത് നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിന് നമ്മുടെ ജെയിംസ് ക്ലവർലി, മുന്നത്തെ ഹോം സെക്രട്ടറി, ഇപ്പോഴത്തെ ഷാഡോ ഹോം സെക്രട്ടറി, ഇവരൊക്കെ വിമർശിക്കുന്നു, എല്ലാവരും വിമർശിക്കുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് റുവാണ്ട പ്ലാന് ഒരൊറ്റടിക്ക് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റുവാണ്ട പ്ലാന് ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇനി റുവാണ്ട തിരിച്ചു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ജപ അപ്പോൾ അവിടെയും പോയി. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. വരുന്ന ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും കാതോർത്തിരിക്കേണ്ട ദിവസങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും നല്ലത് ചെയ്യട്ടെ, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ അസൈലം സീക്കേഴ്സിന് കൊടുത്തിട്ടുള്ള പോലുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ ലീഗലായിട്ട് കയറി വന്നിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ലീഗലായിട്ടുള്ളവർക്ക് 8ന്റെ പണി കൺസർവേറ്റീവ് പാർട്ടി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. മാറ്റം വരുത്തട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. നോക്കാം. നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ടും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം. ബൈ.